ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ടൊരു ഉപ്പുമാവ് തയ്യാറാക്കാം. അതിനായിട്ട് 2 കപ്പ് ഓട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതീയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, അന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നും കടുകും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ സബോള, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കണേ. 2 കപ്പ് ഓട്സ് നമ്മൾ എടുത്തപ്പോൾ 2 കപ്പ് വെള്ളം തന്നെ അതിന് തുല്യമായിട്ട് തന്നെ എടുത്തു. ആ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ചെറുതീയിലാണ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 4 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വെള്ളത്തിൻ്റെ ഇത് കണ്ടൻറ്റ് കുറയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സിൻ്റെ ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു.